ഹലോ ഫ്രണ്ട്സ്, നിസാം ഫുഡി ട്രാവലറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ അറേബ്യൻ കുഴിമന്തി കിട്ടുന്നൊരു സ്പോട്ടാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. കാണാം, വീഡിയോയിലേക്ക് പോകാം. ഒരു 12:30 ആയപ്പോൾ കേട്ടോ കുഴിയിൽ നിന്ന് കുഴിമന്തി ഇങ്ങനെ എടുക്കുന്നത് കാണുന്നത്. നല്ല ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഉണ്ട് റൈസ് എടുക്കുന്നത്. ഓ, എന്ത് ഭംഗി കാണാനായിട്ട്. ഇനിയാണ് ഇതിൻ്റെ കാര്യങ്ങളുടെ കടപ്പ്. ഇത് കണ്ട ഈ റൈസ് ഇങ്ങനെ കുഴച്ച് മറിച്ച് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് ഇങ്ങോട്ട് അടിച്ചിങ്ങനെ കയറാണ്. ഓൾറെഡി വിശന്ന് വയറ് കൂടെല്ലാം കരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടക്കാണ് ഇതൊക്കെ പാടത്തിൻ്റെ മുന്നിൽ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. കാണണമായിരുന്നല്ലോ കേട്ടോ. അത് കഴിച്ചു നോക്കുമ്പോഴല്ലേ അതിൻ്റെ ബാക്കിയുള്ള അവസ്ഥ അറിയുന്നത്. ഒട്ടുക്കത്തെ ടെസ്റ്റ് ഒന്നും പറയല്ല. ഇതേട്ടാ ഇതിൻ്റെ സോഫ്റ്റ് എന്ന് പറയും. ചെമ്പിൽ കടിക്കുമ്പോൾ ഈ സാധനത്തിൻ്റെ സോഫ്റ്റ്നെസ് നോക്കി ഒരു രക്ഷയില്ല. ഒരു 10-15 ചിക്കൻ കിടക്കണ കിടപ്പ് വേണ്ട. ഇത് നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ. എവിടെയെന്നല്ലേ, കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാറ്റുപേട്ടയിലെ ആനിപ്പടിയിലാണ് തമാം കുഴിമന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ. നമ്മളവിടെ പോയ സമയത്ത് നല്ല ഒരു ഇളം മഴയും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ നല്ല അടിച്ച് കയറുന്നുണ്ടായിരുന്നു. റോഡ് പോയ സമയത്തുള്ള ക്ലൈമറ്റ് ആകാശത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ. പിന്നെ നമ്മൾ അൽഫാമിൻ്റെ അടുത്തേക്കാണ് പോണത്. അൽഫാം കിടപ്പ് കണ്ട അൽഫാമൊക്കെ ഇങ്ങനെ ചൂട്ട് ഇതേ വെച്ചിട്ടുണ്ടല്ലേ. ഒന്നല്ല ഇതിങ്ങനെ ആയിരുന്നൊക്കെ പോക ഇങ്ങനെ പോകുമ്പോഴേ റോട്ടിൽ സൈഡിൽ ഇങ്ങനെ പോയിട്ട് എല്ലാം അടിച്ച് കയറല്ലേ സ്മെല്ലൊക്കെ. അൽഫാമിന്റെ കാര്യം കണ്ടോടിതാ, ഇതാണ് അവസ്ഥ. അൽഫാം തന്നെ കുന്നുകൂടി വെച്ചിട്ടാണ്. ഇത് കാണുമ്പോ തന്നെ എന്ത് ഭംഗിയാണ്. ഒന്നും നോക്കിയില്ല, നമ്മൾ 3 പേർക്കുള്ള ഫുഡ് അങ്ങോട്ട് ഓർഡർ ചെയ്തു. കൊണ്ടുവന്നു ചേക്കനാപ്പാട് കൊണ്ടുവന്ന് എന്താ ബീഫ് റിബും പിന്നെ അൽഫാമും പിന്നെ കുഴിമന്തിയുടെ ചിക്കൻ അൽഫാമും പിന്നെ നിസാമും ഇല്യാസും കൂടെ പ്ലേറ്റിലേക്ക് ഇട്ട് ചിക്കൻ്റെ പീസൊക്കെ എടുത്ത് അൽഫാമിൻ്റെ പീസൊക്കെ എടുത്ത് ബീഫ് റിബൊക്കെ കണ്ടോ. ബീഫ് റിബൊക്കെ ഇട്ടിട്ടുണ്ട. ഒന്നിട്ട് കാണുമ്പോൾ തന്നെ ഇങ്ങനെ അത് കഴിച്ചാൽ എന്തായാലും കൊതിയൂറിയിട്ട് വാരി വെച്ചിട്ട് നമ്മൾ 3 ആളും കൂടെ മെല്ലെ മെല്ലെ ഇങ്ങനെ കഴിക്കാൻ നിന്നപ്പോൾ അപ്പുറത്ത് കണ്ട കലാപേനാണ് ബദറുണ്ട്. വരാനേ ഇല്ല, തീരാനേ. ചെക്കന്മാരെ ഒരേ പൊളി. പിന്നെ ഇവിടുത്തെ ഒരു കിടക്കാച്ചി സാധനത്തേക്ക് കാണുന്നത് ഇത് കണ്ട. ഇതിങ്ങനെ ചൂട്ടോട്ടിരിക്കണം, നമ്മുടെ വായിൽ വെള്ളം വന്നോണ്ടിരിക്കും. എന്തു പറയാൻ ഇത് നമ്മുടെ മുന്നിലെത്തലും ഉള്ളി നാരങ്ങയും മുളക് നടത്തിട്ട് മാറ്റി ഒന്നും നോക്കിയില്ല. ഇതിൽ നിന്നൊരു പീസ് എടുത്ത് പിച്ച് നോക്കിയതാ. ഓ, വല്ല സോഫ്റ്റ് സാധനം ഒന്നും നോക്കിയില്ല. പിന്നെ വെട്ട് അടിച്ച് കയറ്റല്ലേ. ഇത് പിന്നെ ഒരു രക്ഷയില്ല. ഓടുക്കുന്ന ടേസ്റ്റ്. ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് ഇത് പെട്ടെന്ന് കൈയും വേണം. പാവി കൊണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ തിന്നാനും പറ്റുന്നില്ല. രണ്ടും കിട്ട അവസ്ഥ. എങ്ങനെ ഡീൽ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഒന്നും നോക്കിയില്ല. പിച്ചി ഇട്ടിട്ട് നൈസിൽ ഓരോ പീസായിട്ട് ഇങ്ങനെ എടുത്ത് കൈ കണ്ട. എന്താ സാധനം. ഇതിൽ നിന്നൊരു ചെറിയ പീസ് എടുക്കണത് എന്ത് സോഫ്റ്റ് ആയിട്ടായി മുറിഞ്ഞു പോണത്. നമ്മുടെ ചിക്കൻ കുഴിമന്തിക്ക് ഫുള്ളിന് വരുന്നത് 700 രൂപയാണ് കേട്ടോ. പിന്നെ വരുന്നത് ബീഫ് വാര്യലിന്. പിന്നെ ബീഫ് വാര്യലിന് മന്തിക്ക് വരുന്നത് 800 രൂപയാണ് കേട്ടോ. ഒന്നും നോക്കാം. ഇത് ഒരാൾക്ക് കഴിക്കാൻ പറ്റിയ അൽഫാം മന്തിയാണ് കേട്ടോ. പ്രൈസ് വേണമെങ്കിൽ നമുക്ക് എത്ര വേണേലും കിട്ടും. പിന്നെ നമ്മൾ കാണേണ്ടത് പെരി പെരി അൽഫാമാണ് കണ്ട. കാണാൻ തന്നെ തോന്നിയാണ്. അത് കഴിച്ചു നോക്കുമ്പോൾ നമ്മൾ കഴിച്ചു നോക്കും, മസ്റ്റായിട്ട് കഴിച്ചു നോക്കും. ഫൈനലായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സാധനമാണ് പെരി പെരി അൽഫാം. ഇതോടൊപ്പം തന്നെ അവിടെ മട്ടൻ മന്തിയുണ്ട്. നമ്മൾ പോയപ്പോൾ കുറച്ച് വൈകി, അതുകൊണ്ട് അത് എടുത്തില്ല. പിന്നെ ബീഫ് റിബ്. പിന്നെ നിങ്ങൾ ഫാമിലിയായിട്ട് വാഗമണിലേക്ക് ട്രിപ്പ് പോകുന്ന സമയത്ത് തമാം കുഴിമന്തിയിലേക്ക് കയറാൻ മറക്കരുത്. വയറും നിറയും മനസ്സും നിറയും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്